Hi dears, welcome back to our channel. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ വെജിറ്റബിൾ ആൻഡ് മയനൈസ് സാൻഡ്വിച്ച് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. ഇത് ഞാനിവിടെ രണ്ട് രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സാൻഡ്വിച്ച് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം, ക്യാബേജ്, ടൊമാറ്റോയുടെ സീഡ്സ് റിമൂവ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു ക്യാരറ്റ് ഫുള്ളായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ ചട്നിയാണ്. ഗ്രീൻ ചട്നിയുടെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, മസാലപ്പൂരിയുടെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് കണ്ടു നോക്കണേ. ഈ സാൻഡ്വിച്ചിനായിട്ട് നമ്മൾ ഗ്രീൻ ചട്നി അരയ്ക്കുമ്പോൾ കുറച്ച് മാത്രം വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കുക. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഗ്രീൻ ചട്നിയും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സാൻഡ്വിച്ച് റെഡിയാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം തന്നെ ഞാനൊരു ബൗളിലേക്ക് മാറ്റാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മയനൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മയനൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡറും പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് മയനൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഗ്രീൻ ചട്നി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഗ്രീൻ ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്ലൈസിൽ ഗ്രീൻ ചട്നി സ്പ്രെഡ് ചെയ്തതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെയും മയനൈസിൻ്റെ മിക്സ് ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ആൻഡ് മയനൈസ് മിക്സ് ഞാൻ നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസിലേക്ക് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ പരട്ടി വെച്ചിരുന്ന ഗ്രീൻ ചട്നിയുടെ സ്ലൈസ് ഇതിന് മേലെ ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് ക്രോസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കെച്ചപ്പിനോട് സെർവ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് രീതിയിൽ നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാൻഡ്വിച്ചിൽ നമുക്ക് ഗ്രീൻ ചട്നിയുടെ നല്ല സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റും അതിനൊപ്പം തന്നെ നമ്മുടെ മയനൈസും വെജിറ്റബിൾ മിക്സിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സെർവ് ചെയ്യാം. ഇനി ഇതല്ലാതെ നമുക്ക് രണ്ടാമതൊരു ടൈപ്പിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാൻ നോക്കാം. ഇനി ഈ സാൻഡ്വിച്ചിൽ നമ്മൾ ഗ്രീൻ ചട്നി യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ പോലെ ബ്രെഡിൻ്റെ സ്ലൈസിലേക്ക് വെജിറ്റബിൾ ആൻഡ് മയനൈസ് മിക്സ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേറൊരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു സ്ലൈസ് ബ്രെഡ് ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിന് മേലെ കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ബ്രെഡ് സ്ലൈസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താഴത്തെ ലെയർ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. താഴത്തെ ലെയർ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയി കഴിയുമ്പോൾ നമുക്കതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ സൈഡും കൂടെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡ് ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് നമുക്കൊന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോസ്റ്റ് ചെയ്തെടുത്ത സാൻഡ്വിച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇന്ന് കാണിച്ച 2 സാൻഡ്വിച്ചും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നിങ്ങൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ കമൻസിലൂടെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.